കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് സമയം വഴുകി, വേറെയും ഓരോരോ ഇതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇപ്പം സമയം വഴുകി. എന്തായാലും നമുക്ക് ഭഗവാനെ തൊഴാനായിട്ട് ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഭഗവാൻ ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തരെ കാത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് പോവാം. നല്ല മഴയാണ്. ഇപ്പോൾ ആഗസ്റ്റ് 15-ൻ്റെ തിരക്കും മഴയും എല്ലാം കൂടിയാണ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് അത്തിമര ഗണപതിനെ കാണാനായിട്ട് പോവാം. അത്തിമര ഗണപതിയുടെ അടുത്ത് വരിക, സുഖമായിട്ട് ഇങ്ങനെ നോക്കുക. വളരെ എന്താ പറയുക, വളരെ സുന്ദരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. തിരക്കൊന്നുമില്ല അവിടെ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വാതിൽപ്പടി, അതായത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ മുന്നിലുള്ള ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ കാണാം, സ്വർണം കെട്ടിച്ച കൊമ്പുകൾ. അതിന് നടുക്കായിട്ട് ആ ലക്ഷ്മി ദേവി അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുക. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഇങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. ആ പീഠം നോക്കിയാൽ കിടാവിളക്ക് കാണാം. അതുപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ ആ തൂണും നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച എന്ത് മനോഹരമാണെന്നറിയും. ഇന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു താമരയാണ് കാണുന്നത്. താമര ഇങ്ങനെ ചുവന്ന പട്ടൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പട്ടും ഇതൊക്കെ എന്താ പറയുക, ചന്ദനമൊക്കെ ഇങ്ങനെ ആയിട്ട് വലിയൊരു താമര. ആ താമരയുടെ ഇതളുകൾ കാണുന്നു. അതിൻ്റെ ആ നടുക്കായിട്ട് കാഴ്ച കാണുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉണ്ണീനെ കാണാണ്ട്, ഉണ്ണിയുടെ കാൽവളകൾ കാണുന്നുണ്ട്, 2 കാൽപാദങ്ങൾ കാണുന്നു, കാൽവളകൾ കാണാണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ആ താമരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ പൊന്നുണ്ണി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. എന്താ ഒരു ചെറിയ ഉണ്ണിയാണേ, നല്ല രസമുണ്ട്. അരമണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ഉണ്ട്. ചെറിയ കുഞ്ഞു മുമ്പ് ഇങ്ങനെ നല്ല വീർത്ത് കാണാണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു പതക്കം പോലത്തെ മാലയുണ്ട്, പിന്നെ 2 മുല്ലമുട്ടുമാല പോലത്തെ മാലയുണ്ട്. അതാണുള്ളത്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. പിന്നെ കൈവളകൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വലത്തെ കയ്യിൽ നിന്ന് ആ ഒരു പമ്പരാട്ടോ, ഒരു പമ്പരം തിരിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് നമ്മളെ. ആരൊക്കെ ഉള്ളതിൻ്റെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഇടത്തെ കയ്യിലാണെങ്കിലോ ഒരു സ്വർണ്ണഗോപിയുടെ പൂ പോലെ ഉള്ളതില്ലേ, ഒരു പൂമുട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണ പോലെ, ആ സ്വർണ്ണഗോപിയ തിലകങ്ങളാണ്. അതുകൊണ്ടുള്ളൊരു പൂവ് ഉണ്ടാക്കിയ പോലെയാണ് കാണുന്നത്. അപ്പം ഇന്ന് കളിക്കാൻ തയ്യാറായിട്ടാണ് നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ അവിടെ ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുന്നത്. ആരൊക്കെയാണ് കളിക്കാനുള്ളത്, നമ്മളെ എന്തൊക്കെ വിഷമമാണ് അതൊക്കെ പോയിക്കോട്ടെ, നമ്മൾ എൻ്റെ കൂടെ വരൂ, കളിക്കാൻ വരൂ എന്നാണ് ഉണ്ണി വിളിക്കണത്. ആ ഒരു കാഴ്ചയാണ്. നല്ല സന്തോഷത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. കാരണം കളിക്കാൻ കിട്ടിയാൽ പിന്നെ ഇപ്പം എന്താ, നേദ്യമൊക്കെ കഴിക്കുകയും ചെയ്തു. താമരയിലാണ് ഇരിക്കണത്. അപ്പോൾ പിന്നെ വേദനയില്ല, സുഖമായിട്ടങ്ങനെ ഇരുത്താം. ഇപ്പോൾ ഉരുളിൻ്റെ മുകളിൽ കെട്ടിയിടുമ്പോഴൊക്കെ അല്ലേ ചെറിയ വേദനയൊക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ അതൊന്നുമില്ലേ, വളരെ സുന്ദരമായിട്ടുള്ള ആ ഇരുത്താണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പീലി തിരുമുടി കാണാണ്ട്, പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. 3 പീലികളുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. അങ്ങനെയാണ് ആ കാണുന്നത്. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. പിന്നെ വലിയ ഉണ്ടമാലകളാണ്. അതെന്താ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, താമര അങ്ങനെ ചാർത്തിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഏകദേശം ഒരു വനമാല പോലെ ആണ്. 2 മാലകളാണ്, നല്ല വലിയ ഉണ്ടമാലകൾ. അപ്പോൾ അങ്ങനെ കാഴ്ച ഒന്ന് ആ പമ്പരം അങ്ങനെ തിരിക്കാൻ ശ്രമിക്കുകയാണ്. തിരിച്ചിട്ടില്ല, തിരിയണമൊന്നുമില്ല, സുദർശന ചക്രമൊന്നും അല്ല കേട്ടോ, പമ്പരം തന്നെയാണ്, ചെറിയ പമ്പരമാണ്. അപ്പോൾ അതിങ്ങനെ കാണുകയാണ്. വരൂ എന്ന് പറഞ്ഞിട്ടേ നമ്മളെ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വരൂ കളിക്കുക നമുക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തുള്ളത് കേട്ടോ. ആ അമ്പാടിയിലെ കാഴ്ചകൾ ഓരോന്നായിട്ടാണ് ഓരോ ദിവസം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇന്നത്തെ ആ ഒരു കാഴ്ച നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ്.
അപ്പോൾ എല്ലാവരും കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവിടെ നിന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ ആ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. അതേപോലെ ഒന്നിങ്ങനെ തിരിഞ്ഞിരുന്ന നമ്മുടെ ആ ഒരു ആലിലക്കണ്ണനെ കാണാം ചുവരിൻ്റെ മുകളിൽ. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അവിടെ ഇന്ന് നന്നായിട്ട് ആ മേക്കപ്പൊക്കെ എണ്ണു, എന്താ പറയുക, നല്ല കണ്ണെഴുതിയൊക്കെ പൊട്ട് തൊട്ടൊക്കെ വളരെ നല്ല രസമായിട്ടാണ് കാണുന്നത്. കണ്ണൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗി വെച്ചിട്ടാണ്, വളരെ മനോഹരം. ആ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമായിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയിട്ട് ചെറിയ ഗണേശനെ കാണാം. അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. മത്സ്യാവതാരത്തിന് ആരോ ഒരു പൂവ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, മാല. അതേപോലെ ആ ചെറിയ ഗണപതിക്കും ഉണ്ട്, തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടാകുന്നത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ചെയ്തിരുന്നത് സഹായിക്കാനായിട്ട് നിന്നിട്ടുള്ളത് പൊട്ടക്കുഴി ഭവദാസ്വദിക്കനാണ്. അദ്ദേഹമാണ് ഇന്നിപ്പോൾ ആ കളഭാലങ്കാരത്തിൻ്റെ കാഴ്ച ഉണ്ടായിരുന്നത്. മേൽശാന്തിയും ഇതും കൂടി രണ്ട് കൂട്ടരും കൂടിയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ വർണ്ണന ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭവദാസ്വദിക്കനിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിന് ശേഷം നമ്മൾ നേരെ വന്ന് അനന്ത പത്മനാഭസ്വാമിയെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കുമ്പോൾ എന്താ നിറയെ മാലകളാണ്. മുകളിലൊക്കെ വിധാനമായിട്ട് ഇങ്ങനെ തുളസിമാലയും താമരമാലയും ചെണ്ടുമല്ലിമാലയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല മാലകളാണ്. അപ്പോൾ അവിടെ തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും അങ്ങനെ ദശാവതാരത്തിലെ വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. കൃഷ്ണനെ കാണാം. പിന്നെ മുരുകനെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഭസ്മം കൊണ്ട് ഇങ്ങനെ അഭിഷേകമായിട്ടുണ്ട്. അവിടെയുണ്ട് ഒരു മാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ. തുളസിയുണ്ട്, ഒരു ലേശം ചുവന്ന പൂവൊക്കെ ഇട്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അതും നല്ല രസമായിട്ടുള്ള കാഴ്ച ഉണ്ടെന്ന്. വെറ്റിലമാല ഉണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ല പ്രസന്നമായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ആ കോവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നേരെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറ കണ്ടിട്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ടിങ്ങനെ വരാം. വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മളിങ്ങനെ ആ ദേവിയെ കാണാനായിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഭഗവതിയുടെ അവിടെ നിന്ന് എന്താ വെച്ചാൽ ഗോളക അങ്ങനെ ഇറക്കിയിട്ട് ആണ്, ബാക്കി ചന്ദനം കൊണ്ടുള്ള കളഭം കൊണ്ടുള്ള ഒരു ഇതായിട്ടില്ല. എന്നാലും നല്ല രസമായിട്ട് തന്നെയാണ്. നല്ല ചുവന്ന പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. തുളസിപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ മാലകളുണ്ട്. പിന്നെ ധാരാളം അർച്ചനകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ശീവേലി വിഗ്രഹത്തുമിലുമുണ്ട് നല്ല തുളസി മാല, അതേപോലെ തെച്ചിമാലയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്.
അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പിന്നെ അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരിലേക്ക് നോക്കുക, മമ്മിയൂരപ്പനെ. അങ്ങനെ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ മമ്മിയൂർ പോയിട്ട് നമ്മൾ ദർശനം കിട്ടിയ, അതായത് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ മമ്മിയൂരപ്പനെയും കാണണം എന്നാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ മമ്മിയൂരപ്പനെയും പ്രാർത്ഥിച്ചാൽ അവിടെ പോയി ദർശനം കിട്ടിയ ആ പ്രതീതിയാവും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒന്നുകൂടി നമ്മൾ ആ താമരയിലുള്ള ആ ഉണ്ണിക്കണ്ണനെ, ആ പമ്പരം കറക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കാണാം. ആ പൂവ് കൈ പിടിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. അതിന് ശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക, അവിടെ ഒന്ന് നമസ്കരിക്കുക. അതിന് ശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ നല്ല കാഴ്ചയാണ് കാണാനുള്ളത്. ചന്ദനം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തി വരണു. അങ്ങനെ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാലും നല്ല രസമായിട്ടുള്ള കാഴ്ച. പാവുകൊണ്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. പട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഒരു നീല കളർ ഇങ്ങനെ മുകളിൽ പുറകു വശത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നീല കളറിൻ്റെ വലിയ പട്ട്. പിന്നെ വലിയ മാലകളുണ്ട്, 2 മാലകളുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ചെവിയിലൊക്കെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നല്ലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. നന്നായിട്ടുള്ള അലങ്കാരമായിട്ടുണ്ട്. ഭഗവാനെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നമ്മുടെ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോകുമ്പോൾ കാളിയമർദ്ദന രൂപം കാണാൻ നടുക്കിൽ. അപ്പോൾ അതിങ്ങനെ കണ്ട് തൊഴാം. അപ്പോൾ മഴയിലിങ്ങനെ നല്ല രസമാണ്. മഴ ഇങ്ങനെ കൊള്ളുകയാണേ. മഴ കൊള്ളുമ്പോൾ മഴയിലിങ്ങനെ ആൾ വളരെ സുന്ദരനായിട്ട് അങ്ങനെ ഇരിക്കണം കേട്ടോ. അത് നല്ല രസമായിട്ട് കാണാനുണ്ട് കാളിയമർദ്ദനം. അങ്ങനെ അവിടുന്ന് നമ്മളിങ്ങനെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കാണാനായിട്ട് പോകുമ്പോൾ നാരായണാലയത്തിലേക്കില്ല. അവിടെ ധാരാളം ഭക്തജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, നാമം ചൊല്ലിക്കൊണ്ടിരിക്കണം. അവിടെ പോയിട്ട് അതൊന്ന് കണ്ട് അവിടുന്ന് തിരുവിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ ആ ഭഗവതിയുടെ നടയിൽ നിന്ന് ഒരിക്കൽ കൂടി ഭഗവതീനെ പ്രാർത്ഥിക്കാം. പിന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അവിടെയും തൊഴുത് നമ്മളിങ്ങനെ തെക്കേ നടയിലേക്ക് നോക്കുമ്പോൾ കൂവളമരം ഇങ്ങനെ കാണണം, നല്ല പുഷ്പിച്ച് വരികയാണ്. കാരണം മഴയും കൂടി ആകുമ്പോഴേ നല്ല രസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല തളിരിട്ട ഇലകളാണ്. അപ്പോൾ നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോകുമ്പോൾ പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനും പാർവതി ദേവിനെയും മനസ്സിലിങ്ങനെ സ്മരിക്കുക. അപ്പോൾ അവരുടെയും കൂടി അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയിപ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും നല്ലത് വരുത്താനും അവരവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനൊക്കെ ഗുരുവായൂരപ്പൻ തുണ ചെയ്യട്ടെ. അതേപോലെ ഋഷഭാരോഹിണി നല്ല ജോലി ലഭിക്കണം. അതേപോലെ വിവാഹം നടക്കണം. പിന്നെ സതീഷ് രേവതി ജോലിയിൽ സ്ഥിരത കിട്ടണം എന്നാണ്. പിന്നെ അഖിൽ ചിത്തിര അങ്ങനെ മനസ്സാന്നിധ്യത്തോട് കൂടിയിട്ട് പഠനത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ പലരും നമ്മളോട് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ചെറിയൊരു കഥയും കൂടി പറയാം. നമ്മളിന്ന് പറയുന്നത് കംസൻ്റെ കണ്ണനെ കൊല്ലാനുള്ള ശ്രമിച്ച ഒരു അസുരൻ്റെ കഥയാണ്. അരിഷ്ടാസുരൻ, അതായത് സംസ്കൃതത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ കാളയുടെ രാക്ഷസൻ എന്നാണ് അർത്ഥം. ആ ഒരു അവരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കംസൻ അരിഷ്ടാസുരനെ വിളിച്ചിട്ട് കൃഷ്ണനെ കൊല്ലാൻ കൽപ്പിക്കുകയാണ്.
അരിഷ്ടാസുരൻ സ്വയം ഒരു കാളയായി രൂപാന്തരപ്പെട്ട് കൃഷ്ണനെ അന്വേഷിച്ച് വൃന്ദാവനത്തിലേക്ക് പോയി. വൃന്ദാവനത്തിലെത്തിയപ്പോൾ നിരവധി കുട്ടികൾ കളിക്കുന്നത് കണ്ടു. അവരിൽ ആരാണ് കൃഷ്ണനെന്ന് തിരിച്ചറിയാൻ അരിഷ്ടാസുരൻ മരങ്ങൾ പിഴുതെറിഞ്ഞും വീടുകൾ നശിപ്പിച്ചും ഗ്രാമവാസികളെ ഭയപ്പെടുത്തിയും നാശം വിതയ്ക്കാൻ തുടങ്ങി. കൃഷ്ണൻ സ്വയം പ്രത്യക്ഷപ്പെടുകയും തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുമെന്ന് അവനറിയാമായിരുന്നു. അപ്പോൾ കൃഷ്ണൻ തൻ്റെ കന്നുകാലികളോടൊപ്പം സഹഗോപാലകളോടൊപ്പം അകലെയായിരുന്നു. ഗ്രാമത്തിൻ്റെ ദിശയിൽ നിന്ന് നിലവിളി കേട്ടപ്പോൾ ഒരു കാട്ടുപോത്ത് അഴിഞ്ഞാടുന്നത് കണ്ടു. സുഹൃത്തുക്കളുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ കൃഷ്ണൻ കാളയെ നിയന്ത്രിക്കാൻ ഓടി. അടുത്തെത്തിയപ്പോൾ അത് സാധാരണ കാളയല്ല, മറിച്ച് വേഷം മാറിയ രാക്ഷസനാണെന്ന് കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ ഉടൻ തന്നെ കാളയുടെ പാത തടഞ്ഞു നിർത്തി അവനെ വെല്ലുവിളിച്ചു. എടാ നിസ്സാര ജീവി, നിഷ്കളങ്കരായ ഗ്രാമീണരുടെ എളിയ വാസസ്ഥലങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നീ നിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നീ വെറും ഒരു കാട്ടുപോത്താണ്. നിന്നെ ഒരു പാഠം പഠിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഉറക്ക ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. കാളയ്ക്ക് പരിഹസിക്കുന്നത് ഇഷ്ടമല്ലേ, അസുരനല്ലേ. അതിലിങ്ങനെ കൃഷ്ണൻ്റെ അലസമായ മനോഭാവമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാക്കി. അവൻ ഉറക്ക നിലവിളിച്ചു. അതിൻ്റെ തോട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് ഭൂമി കുഴിക്കാനിങ്ങനെ തുടങ്ങി. കൃഷ്ണൻ്റെ നേരെ പാഞ്ഞു. കാള അതിൻ്റെ വായുവിലേക്ക് ഉയർത്തി ശക്തമായിട്ട് ചുഴറ്റി. ആകാശത്തിലെ മേഘങ്ങളെ വരെ പറത്തിവിടാൻ പറ്റുന്ന ആളായിരുന്നു ആസുരൻ. അങ്ങനെ കൃഷ്ണത്തിനെതിരെ കോപത്തോടെ പുകയുന്ന കാളയെ കണ്ട് ഗ്രാമവാസികളും കൃഷ്ണൻ്റെ ആ കൂട്ടുകാരൊക്കെ ഭയന്നു. ആ കൃഷ്ണന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. അപ്പോൾ കൃഷ്ണനാണെങ്കിലോ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. കാള അടുത്തെത്തിയ ഉടൻ തന്നെ കൃഷ്ണൻ അവൻ്റെ കൊമ്പുകളെ പിടിച്ച് 18 ചുവടുകൾ പിന്നോട്ട് തള്ളി മാറ്റി എറിഞ്ഞു. കൃഷ്ണൻ്റെ ആക്രമണ നീക്കത്തിൽ അരിഷ്ടാസുരൻ ഞെട്ടിപ്പോയി. ഇതാൾ വിചാരിച്ച ആളല്ല എന്ന് മനസ്സിലായി. അവൻ എഴുന്നേറ്റ് നിന്ന് വീണ്ടും തൻ്റെ സർവ്വശക്തിയും എടുത്ത് കൃഷ്ണൻ്റെ നേരെ പാഞ്ഞു. ഇത്തവണ കൃഷ്ണൻ അവൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ പിടിച്ച് വായുവിൽ ശക്തിയായി കറക്കി. നിലത്ത് എറിഞ്ഞ് കൊമ്പ് ഉടച്ചു. കാള വലിയ ശബ്ദത്തോടെ താഴെ വീണു. അങ്ങനെ അരിഷ്ടാസുരന് തൻ്റെ ശരീരം നിലത്ത് നിന്ന് ഉയർത്താൻ വേണ്ടത്ര ശക്തി സംഭരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ വായിൽ നിന്ന് ധാരാളം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വേദന പൂണ്ടിട്ട് അത്രയും വേദനയായി. അങ്ങനെ ഒരു വലിയ നിലവിളിയോടെയാണ് ആ അരിഷ്ടാസുരൻ അങ്ങോട്ട് മരണപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ അരിഷ്ടാസുരൻ എന്ന് പറഞ്ഞാൽ കാളയുടെ മൃതദേഹത്തിൽ നിന്ന് ഒരു ആത്മാവ് എഴുന്നേറ്റു. അത് ഒരു മനുഷ്യരൂപം സ്വീകരിച്ചു. അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ കുമ്പിട്ട് പറഞ്ഞു, മറ്റൊരു ജന്മത്തിൽ എൻ്റെ പേര് വരതന്തു എന്നായിരുന്നു. ഒരിക്കൽ ഞാൻ ബൃഹസ്പതിയെ സമീപിച്ച് എന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ അപേക്ഷിച്ചു. പക്ഷേ ബൃഹസ്പതി സമ്മതിച്ചു. ഒരു ദിവസം എന്തുണ്ടായെന്നറിയില്ല, എൻ്റെ കാലുകൾ എൻ്റെ ഗുരുവിൻ്റെ നേരെ വെച്ച് ഇരുന്നു. ഇത് അദ്ദേഹത്തെ കോപിപ്പിച്ചു. ഒരു കാളയെപ്പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊരു രാക്ഷസനായി മാറുമെന്നും അദ്ദേഹം ശപിച്ചു. ഞാൻ ഉടൻ തന്നെ ക്ഷമാപണമൊക്കെ നടത്തി. പക്ഷേ ബൃഹസ്പതിയുടെ കോപം ശമിച്ച കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോപം ശമിച്ചത്. ശാപം തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ കുറച്ചു കാലം ഒരു രാക്ഷസ കാളയെപ്പോലെ ചിലവഴിക്കേണ്ടി വരുമെന്ന് ആ ബൃഹസ്പതി പറഞ്ഞു. അങ്ങനെയാണ് തൻ്റെ ജീവിതാവസാനത്തിൽ കൃഷ്ണൻ വരുമെന്നും കൃഷ്ണനിൽ നിന്നും മോക്ഷം നേടുമെന്നും ഉള്ള ഒരു വരം ബൃഹസ്പതി കൊടുത്തു. ഇത്രയും പറഞ്ഞിട്ടാണ് ആ ഒരു ഭഗവാനെ വണങ്ങി, അതായത് ക്രൂരതയോടെ വന്നിട്ട് ആ മോക്ഷത്തിലേക്ക്, ആത്മീയ ആ മോക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് അരിഷ്ടാസുരൻ്റെ ഒരു കഥ. വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ തന്നെയാണ്. എത്ര കഥകളാണ് നമുക്ക് ഇനിയും കേൾക്കാൻ ധാരാളമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല. അതാണ് കണ്ണനും കഥകളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളെ. അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഹരേ. അതുപോലെ നമ്മുടെ മേൽശാന്തിയുടെ പൂജകളൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നും ഇട്ടിട്ടുണ്ട്. അത് കാരണമാണ് കുറച്ച് നേരം വൈകിയ. കുറച്ച് വലിയ പൂജയാണ്. അതായത് ഭഗവത് സേവയും അതേപോലെ മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, നവഗ്രഹ ഹോമമൊക്കെ പൂജയൊക്കെ ഉള്ള അടങ്ങിയ ഒരു വലിയ വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതിൽ അദ്ദേഹത്തിൻ്റെ
ആ ഒരു പ്രാർത്ഥനാ ശൈലിയും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ തിരുമേനി ഗുരുവായൂരപ്പനെ പൂജിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.